നമസ്കാരം VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് മനപ്പടിയിൽ നിയമവിരുദ്ധമായി നെൽവയൽ മണ്ണിട്ട് നികത്താനുള്ള ശ്രമം വില്ലേജ് അധികൃതർ തടഞ്ഞു. സ്വകാര്യ വ്യക്തിയുടെ 80 സെന്റോളം വരുന്ന പാടശേഖരം നികത്താൻ ഉപയോഗിച്ചിരുന്ന മണ്ണ് മാന്തി യന്ത്രവും ടിപ്പർ ലോറിയും അധികൃതർ കസ്റ്റഡിയിലെടുത്തു. നീർത്തട നെൽവയൽ സംരക്ഷണ നിയമപ്രകാരം കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് വില്ലേജ് അധികൃതർ അറിയിച്ചു. പട്ടാമ്പിക്കൊപ്പം പോലീസ് സ്റ്റേഷന് മുൻവശം മിനി ലോറി സ്കൂട്ടറിലിടിച്ച് വീട്ടമ്മയായ ഫാത്തിമ സുഹറയ്ക്ക് ദാരുണാന്ത്യം. അമിത വേഗതയിലെത്തിയ ലോറി ഫാത്തിമയും മകനും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിലും പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന മറ്റു വാഹനങ്ങളിലും ഇടിച്ചാണ് നിന്നത്. കൂടെയുണ്ടായിരുന്ന മകൻ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വാഴക്കോട് എടലംകുന്ന് ബസ് സ്റ്റോപ്പിന് സമീപം വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങിയ ട്രാവലർ നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിലിടിച്ച് 4 പേർക്ക് പരിക്ക്. കുതുരുത്തി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറിയതിനെ തുടർന്ന് സമീപത്തെ വൈദ്യുത പോസ്റ്റും തകർന്നു. പുലർച്ചെയായതിനാൽ റോഡിൽ മറ്റു വാഹനങ്ങൾ ഇല്ലാതിരുന്നത് വലിയൊരു ദുരന്തം ഒഴിവാക്കി. പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല. കുണ്ടന്നൂർ ചുങ്കം ഹെൽത്ത് സെന്ററിന് സമീപം തിരക്കേറിയ റോഡിലേക്ക് മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വാഹനങ്ങൾ കടന്നുപോകുന്ന സമയത്തുണ്ടായ അപകടത്തിൽ നിന്ന് യാത്രികർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വിവരമറിയിച്ചിട്ടും ഫയർഫോഴ്സ് എത്താത്തതിനെ തുടർന്ന് നാട്ടുകാർ തന്നെ നേരിട്ടിറങ്ങി മരക്കൊമ്പ് മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു. മഴക്കാലം മുൻനിർത്തി അപകടാവസ്ഥയിലുള്ള പാതയോരത്തെ മരങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു.